നോക്കണ്ട, ഞാനല്ല ഇതിനകത്ത് മെയിൻ താരം. ദോ ആയിരിക്കും നാളെ കണ്ടോ, അതാണ് എന്റെ അമ്മ, സിനിമാ നടി ഷീന സന്തോഷ്. ആ കൂടി 2 സിനിമ ഏതുള്ളൂ, പക്ഷെ ഭാവം കണ്ടാലോ ഒരു 19 സിനിമ ചെയ്ത പോലെയാ. നിങ്ങളിപ്പോ വിചാരിക്കും ഈ ഒരേം കെട്ടിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഏതോ സിനിമാ സെറ്റിലും കണ്ടു പോകാനാന്ന്. വെറുതെയാ. എല്ലാ ദിവസവും 4-5 വിഷ് വീഡിയോ ചെയ്യലാണ് അമ്മയുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബി. ഇനി ഇങ്ങോട്ട് ഇപ്പൊ എന്നെ ബൂസ്റ്റ് ചെയ്തില്ലയോ, ഇതാണ് എന്റെ മകൾ റിട്ടയർഡ് സിനിമാ നടി ശൈത്യ സന്തോഷ്. 4-5 സിനിമയൊക്കെ ചെയ്തതാ കേട്ടോ, പക്ഷെ ഇപ്പൊ ചൊറിയും കുത്തി വീട്ടിലിരിപ്പാണ് പണി. എന്നാലും എന്റെ കൂടെ ഇടയ്ക്ക് സിനിമാ സെറ്റിൽ എന്റെ ബാഗും തൂക്കി വരാറുണ്ട് കേട്ടോ. ഇങ്ങനെ നരേഷൻ പറഞ്ഞോണ്ടിരുന്നാ മതിയോ? എന്നാ തുടങ്ങിക്കോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഡി എന്റെ ഐലൈനർ എന്തിയടി? ഐലൈനർ എന്തേലും വെച്ചെടുത്ത് പോയി നോക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. വെച്ചെടുത്ത് തന്നെയാ നോക്കിയത്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ മുറിക്കത് കയറി സാധനം എടുത്തേക്കരുതെന്ന്. എന്റെ ക്ലിപ്പ് ഇന്നലെ എടുത്തോണ്ട് പോയില്ല, അത് എടുത്തോണ്ട് അപ്പൊ ഞാൻ ഐലൈനർ തരാം. അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചില്ലയോ? അമ്മയുടെ കാശ് എന്ന് പറയുമ്പോ എന്റെ അച്ഛന്റെ കാശല്ലേ? നിന്റെ അച്ഛൻ എന്റെ ആരാടി? ഭർത്താവ്. അപ്പൊ എന്റെ ഭർത്താവിന്റെ പൈസയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം എനിക്കുള്ളതാ. നിനക്ക് വേണമെങ്കിൽ നീ പോയി അധ്വാനിച്ചുണ്ടാക്കടി. ഈ ഇട്ടിരിക്കുന്ന മാല, കമ്മൽ, ഈ ഡ്രസ്, ഈ കോലസ്, ഈ മാള, ഇതൊക്കെ ആര് കഷ്ടപ്പെട്ട മൊത്തം തെറ്റുവാണല്ലോ പണ്ടാറങ്ങി. ഇത് ആര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ? ഞാൻ കഷ്ടപ്പെട്ട് അഭിനയിച്ചുണ്ടാക്കിയ പൈസ. ഒന്ന് ഈ സാധനങ്ങളൊക്കെ ഊരിത്തരണം, അല്ലെങ്കിൽ എന്റെ പൈസ താ, എന്റെ പൈസ താ. മോളെ ശൈത്യ, അമ്മയ്ക്ക് ഐലൈനർ വേണ്ട മോളെ. അങ്ങനെ വഴിക്ക് വാ. യു ഗോ ജ്യൂസ് കം. ഇംഗ്ലീഷാ മോളെ? ഇപ്പൊ സിനിമയുടെ സെറ്റിൽ എല്ലാരും ഇംഗ്ലീഷ് ആടി പറയുന്നത്. ആ ശ്വേതാമേനൊക്കെ എങ്ങനെയാന്നാ ഇങ്ങനെ മണമണാന്ന് ഇംഗ്ലീഷ് പറയുന്നത്. അത് പറഞ്ഞപ്പോഴോർത്ത മണ്ണെണ്ണ വാങ്ങാൻ മറന്നു. മോളെ ചാക്കോ ചായ വിളിച്ചായിരുന്നോടി? റേഷൻ കടയിലാണോ? അയ്യോ അല്ല, കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബന്റെ അടുത്ത സിനിമയിലേക്ക് ഞാനൊരു കാസ്റ്റിംഗ് കോൾ അയച്ചിട്ടുണ്ട്. ചിലപ്പോ ഇന്ന് വിളിക്കുമായിരിക്കും. അറിഞ്ഞില്ലായിരുന്നോ? അത് നമ്മുടെ കോഴിക്കോട്ടെ ശ്രീരജനി ആന്റിക്ക് കിട്ടി. ആ തള്ള പണ്ടേ എനിക്കൊരു പാരയാ. ഇനി വല്ല കൂടോത്രവും ചെയ്യണം. അമ്മേ, ഇന്നല്ലായിരുന്ന ലച്ചുവിന്റെ അപ്പൂപ്പന്റെ ആണ്ട്, പോണ്ടായിരുന്നോ? ആണ്ടിന് പോണ്ടായോ? തിന്നുന്ന വിചാരം മാത്രമേ ഉള്ളൂ, ചെവി കേൾക്കത്തില്ല. പോകണ്ടായിരുന്നോ? 2 മണിയായി. അയ്യോ, ഇനിയിപ്പോ ചെന്നാൽ എന്തായാലും സദ്യ അങ്ങ് തീർന്നു പോകും. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു വിഷ് വീഡിയോ ചെയ്തു തരാം. നീ ആ ഗ്രൂപ്പിനകത്തോട്ട് കൊണ്ടിടാം. മതിയോ? മതി. ഇതോടെ കിടക്കട്ടെ. ഓണാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീന സന്തോഷ്. എടി ആ കൊച്ചിന്റെ പിന്നെ വീടിന്റെ സ്ഥലത്തിന്റെ പേരെന്തോടി? എനിക്കറിയില്ല, ഏതോ ഇൻട്രാന്തുരുത്തിയിലും കണ്ട. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീന സന്തോഷ്. ഇൻട്രാന്തുരുത്തിയിലുള്ള കൊട്ടക്കാട്ട് വീട്ടിൽ നാരായണൻ കൊച്ചാട്ടന്റെ 16 അടിയന്തരത്തിന് അസ്ഥി ഒഴുക്കാൻ പോകുന്ന ദിവാകരൻ കൊച്ചാട്ടന് എൻ്റെ എല്ലാവിധ ആശംസകളും. ലവ് യു കൊച്ചാട്ട. ഉമ്മ. എൻജോയ് ദൈവൻ. ഓടി എടി, എനിക്ക് വിശന്നിട്ട് അങ്ങ് വയ്യ. നീ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ആ ലിപ്സ്റ്റിക് എങ്കിൽ ലിപ്സ്റ്റിക് നല്ല ടേസ്റ്റ്. എന്തോന്നാ തിന്നുന്നേ? ഇച്ചിരി ലിപ്സ്റ്റിക് തന്നെയാ മോളെ. എന്തോ എന്റെ 2000 രൂപയുടെ ലിപ്സ്റ്റിക് തിന്നു തീർക്കും. നിങ്ങൾ കൊണ്ടുവന്നേ. തിന്നണ്ടത് ഇങ്ങോട്ട് കൊണ്ടുപോ. എന്റെ ലിപ്സ്റ്റിക് ഇടണ്ട. ഇച്ചിരി താടി തരത്തില്ല. ഇച്ചിരി താടി തരത്തില്ല. എടി താടി അതുണ്ടക്ക്. എടി താടി അതുണ്ടക്ക്. എടി താടി അതുണ്ടക്ക്. എടി താടി അതുണ്ടക്ക്. എടി താടി എടി താടി എടി താടി എടി പോടി. അല്ലല്ലേ ഞാൻ പോവും. അതേ ഫോൺ കടന്ന് ബെല്ലടിക്കുന്നു. ഹലോ, അമൃതയാ? ആ പെണ്ണിന് ഞാൻ ഇനി വിഷ് വീഡിയോ ചെയ്യണോ? ഓക്കെ 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 സർ ഓക്കെ. അയ്യോ, അമൃത ടി വിന്നാ വിളിച്ചത്. പുതിയ റിയാലിറ്റി ഷോ വരുന്നത്. സൂപ്പർ അമ്മയും മകളും നമ്മളതിനകത്തുണ്ടെന്ന്. നീ ഇപ്പം പറഞ്ഞു കാണും ഞാനൊരു കന്നഡ സിനിമയിലെ ഡിസ്കഷൻ, ഞാനൊരു തമിഴ് സിനിമയുടെ ഡിസ്കഷനിലാണ്. നമുക്ക് നീ എഴുന്നള്ളിച്ച് കാണും. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. എന്തായാലും വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കോ. ഇതിലെങ്കിലും കയറി രക്ഷപ്പെടണം. 12 കണ്ടസ്റ്റന്റ് ഉണ്ടെന്ന്. ആ 12 എണ്ണത്തിന് നമുക്ക് ചവിട്ടി പുറത്താക്കണം. അപ്പൊ നമ്മളും പുറത്താവത്തില്ലേ? അയ്യോ വേണ്ട, 11 എണ്ണത്തിന്. മോളെ ജഡ്ജസിന് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ജയിപ്പിച്ചു തരുമോടി? ഇത് കലോത്സവം അല്ല കൈക്കൂലി കൊടുക്കാനായിട്ട്. ചെന്ന് കയറി കൊടുക്കും. ശ്വേത ചേച്ചിയൊക്കെ ഇരിക്കുന്നു. കൂനിച്ച് ചേർത്ത് ഇടിക്കും അമ്മേനെ. എന്നാ എൻ്റെ ഒരു പണിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ 12 പേരിൽ നിന്നും ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങൾക്ക് ഫ്ലാറ്റും കാറും തന്ന അമൃത ടി വിയിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ ആശംസകൾ. എന്തോന്ന്? ബാക്കി മറന്നുപോയടി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഫോണെ ഫ്രണ്ട് വിളിച്ചാലോ? എന്നാ വിളിച്ചു നോക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞു. ഹലോ ഓപ്പി, ഞാൻ അപ്പോഴേ പറഞ്ഞത് 7 മിനിറ്റിന്റെ സ്കിറ്റ് 3.5 മിനിറ്റ് ആക്കി കഴിഞ്ഞാൽ അമ്മ എല്ലാം തെറ്റിക്കുമെന്ന്. അമ്മ തെറ്റിച്ച്. ലാസ്റ്റിലത്തെ ഡയലോഗ് ഏതാണ്ട് പറഞ്ഞതാ. ഒന്നിങ്ങനെ മൈക്കെടുത്ത് പറഞ്ഞതാ. അറിയത്തില്ലേ? ശരൺ ചേട്ടനോടാ. ആ ശരണിനോടൊന്നും അറിയത്തില്ല. ശബരിമല പോയിരിക്കാൻ പറയടി. ഹലോ, മറന്നുപോയി. കിട്ടിയാ? കിട്ടി. ശരി. എന്തുവാ? കൺഗ്രാജുലേഷൻസ്. അങ്ങനല്ലായിരുന്നല്ല.
അപ്പൊ റെഡി മണി മുണ്ടക്കയം. സൂപ്പർ അമ്മയും മകളും